നമ്മുടെ നാടിൻ്റെ യശസ് വാനോളം ഉയർത്തിയ ഒരു യുവാവുണ്ടായിരുന്നു. യൗവനത്തിൽ തന്നെ ജീവിതം അവസാനിച്ചു പോയ ഒരു യുവാവ്, സ്വാമി വിവേകാനന്ദൻ. ഇന്ന് മരിച്ചിട്ടും ഏറ്റവും വലിയൊരു യുവാവായി നിലനിൽക്കുന്ന ഒരു മഹത് വ്യക്തിത്വം. തീർച്ചയായിട്ടും സ്വാമി വിവേകാനന്ദൻ്റെ ഒരു ജന്മദിനം ജനുവരി 12 ആണ് ദേശീയ യുവജന ദിനമായി ആഘോഷിക്കുന്നത്. തീർച്ചയായിട്ടും യുവാക്കൾ ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അവരുടെ നീഡ്സ് മീറ്റ് ചെയ്യാനുള്ള സാമ്പത്തിക സോഴ്സുകൾ ഇല്ലാത്ത കാരണങ്ങൾ, അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കേണ്ട റിസോഴ്സുകൾ ഇല്ലാത്ത കാരണങ്ങൾ, ജോലി സ്വപ്നം കണ്ട് മാത്രം നിൽക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ, ഒരുപാട് ഡിസ്ട്രാക്ഷനിലോട്ട് മറിമറിലോട്ട് പോയിക്കൊണ്ട് അവർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന മേഖലകളിൽ പോലും എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യങ്ങൾ. അതാണ് ഇന്ന് യുവത്വം അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്നുള്ളത്. തീർച്ചയായിട്ടും ഒരു യുവത്വത്തിൽ നമുക്ക് നിക്ഷേപിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നിക്ഷേപം എന്ന് പറയുന്നത് അത് സ്വന്തം ശാരീരികവും മാനസികവുമായുള്ള ആരോഗ്യത്തിലുള്ള നിക്ഷേപമാണ്. കാരണം ശരിയായ രീതിയിൽ നിക്ഷേപിച്ചിട്ടില്ലെങ്കിൽ അനാരോഗ്യപരമായിട്ടുള്ള പല ശീലങ്ങളിലേക്കും വഴുതിപ്പോവാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് ഈ യൗവനകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഉത്ഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരോഗ്യമുള്ള മനസ്സിൽ നിന്നാണ്. വ്യക്തമായിട്ടുള്ള ലക്ഷ്യബോധത്തെ കൂടെ ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു ജീവിതം നയിച്ചിട്ട് ഡിസ്ട്രാക്ഷൻസിൽ നിന്ന് മാക്സിമം മാറി നിന്നിട്ട് ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ മേഖലകൾ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ യുവാക്കൾ ചെയ്യേണ്ട പ്രാഥമികമായിട്ടുള്ള കാര്യം. തീർച്ചയായിട്ടും യുവാക്കൾ ഒരുപാട് രുചിയുടെ പിറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നാവിൻ്റെ രുചി, മണത്ത് കൊണ്ടറിയപ്പെടുന്ന ആ ഒരു മണം, ഇതിൻ്റെയൊക്കെ പിന്നിൽ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് കൂട്ടായ്മ കൂടി നിൽക്കുമ്പം ഒരുപാട് ഭക്ഷണം അനാവശ്യമായി കഴിക്കുക തുടങ്ങിയ ആവശ്യങ്ങളിലേക്ക് യുവത നീങ്ങുമ്പം അവരുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് അവർ നഷ്ടപ്പെടുത്തുകയാണ്. ധാരാളം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആരോഗ്യപരമായിട്ടുള്ള ഫാറ്റും പ്രോട്ടീനും അടങ്ങിയ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അവരുടെ ഹെൽത്തിൽ അവർക്ക് നിക്ഷേപിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല രുചിയേറിയ വിഭവങ്ങൾ. തീർച്ചയായിട്ടും നമ്മുടെ യുവാക്കൾ ഇന്ന് മൊബൈൽ ഫോണിൻ്റെ മുമ്പിലേക്ക് മാറിപ്പോയിരിക്കുക. പുറത്തൊക്കെ നമ്മളൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾക്കറിയാം, നമ്മുടെ കൗമാര യൗവനകാലത്തിൻ്റെ കുറച്ച് മുമ്പ് നമ്മളൊക്കെ പുഴയിൽ പോയി നീന്തിയും നമ്മുടെ സ്കൂൾ മുറ്റത്ത് പോയി കില്ലിയും കോലും കളിച്ചൊക്കെ നമ്മൾ ഓടിക്കളിഞ്ഞ് നടന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് അന്ന് കിട്ടിയ ഒരു സംതൃപ്തി കുത്തിയിരുന്ന് മൊബൈൽ ഫോണിൽ നിന്ന് കിട്ടുന്നൊരു സാഹചര്യം വന്നപ്പം യുവാക്കളിലേക്ക് ജീവിതശൈലി രോഗങ്ങൾ ഒരുപാട് വന്നു എന്നുള്ളതാണ്. ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ കാര്യത്തിൽ ഒരു എക്സ്ക്യൂസും ഉണ്ടാവാൻ പാടില്ല. ഇനി യുവാക്കൾ വെറും ഇങ്ങനെ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്തു തന്നാൽ മതിയോ? പറ്റില്ല. റെസ്റ്റും വേണം, നന്നായിട്ട് ഉറങ്ങണം. രാത്രി വ്യായാമം മാത്രമല്ല ഇന്ന് ടെക്നോളജി നഷ്ടപ്പെടുത്തുന്നത്. രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യുക? ഉറങ്ങേണ്ട സമയത്ത് കിടപ്പറയിൽ പോയിട്ട് പിന്നെന്ത് ചെയ്യാണ്? ഫോണിൽ സ്ക്രോൾ ചെയ്ത് നിൽക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അത് ഉറക്കവും നഷ്ടപ്പെടുത്തുക. റെസ്റ്റും ഏറ്റവും ആവശ്യമാണ്. ഈ ദേശീയ യുവജന ദിനം, നാഷണൽ യൂത്ത് ഡേ, ഓരോ ചെറുപ്പക്കാർക്കും തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയുള്ള ദിവസമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി, ആരോഗ്യം ഭാവിയിൽ നിങ്ങൾക്ക് മറ്റ് വലിയ അപകടങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ഇന്ന് നിങ്ങൾക്ക് എന്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം ഫലപുഷ്ടിപ്പെടുത്താൻ പറ്റിയാൽ അതിലൂടെ സമ്പന്നത കൈവരിക്കാൻ വേണ്ടി ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഈ നിമിഷം നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ വേണ്ടിയുള്ളതാണ്. ഈ നിമിഷം നിങ്ങൾ ആക്ഷൻ എടുക്കണം. ഓക്കെ, ബി ഹെൽത്തി. ഹാപ്പി നാഷണൽ യൂത്ത് ഡേ.